എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ്. അത് നമ്മുടെ ഹാർട്ടിനെ സംബന്ധിച്ച ഒരു നല്ല ഫാക്ടർ. അപ്പോൾ ഈ 4 അറകളിൽ മുകളിലുള്ള അറകൾക്ക് ഓറിക്കിൾസ് എന്നും താഴെയുള്ള 2 അറകൾക്ക് വെൻട്രിക്കിൾസ് എന്നുമാണല്ലോ പേര്. അപ്പോൾ ഇത് എൻ്റെ ഹാർട്ടിൻ്റെ, അപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇടുകയാണ്. 4 ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ആദ്യത്തെ ടോപ്പിലെ അറ, റൈറ്റ് ഓറിക്കിൾ 6. അപ്പോൾ 1, 2 റൈറ്റ് വെൻട്രിക്കിൾ RV, 3 ലെഫ്റ്റ് ഓറിക്കിൾ LV, LA, 4 ലെഫ്റ്റ് വെൻട്രിക്കിൾ LV. അപ്പോൾ ഇതാണ് 4 ചേംബറുകൾ അഥവാ 4 അറകൾ. അപ്പോൾ ഈ ആദ്യത്തെ ഈ റൈറ്റ് സൈഡിലുള്ള 2 അറകളിൽ അശുദ്ധരക്തവും ലെഫ്റ്റ് സൈഡിലുള്ള ഈ 2 അറകളിൽ ശുദ്ധരക്തവും കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അശുദ്ധരക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സ്വീകരിക്കുകയും അത് ലങ്സിലേക്ക് അയച്ച് ശുദ്ധീകരിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള ശുദ്ധരക്തം വഹിക്കുന്ന ലെഫ്റ്റ് ഓറിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും അയക്കുന്നു. ഇതാണല്ലോ നമ്മുടെ ഹാർട്ടിൻ്റെ പരിപാടി, പമ്പിങ്. അപ്പോൾ സ്വീകരിക്കുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇൻഫീരിയർ വിനാക്കാവ അതിൻ്റെ സുപ്പീരിയർ വിനാക്കാവ വഴി ഈ അശുദ്ധരക്തം എല്ലാം കൂടി സ്വീകരിച്ച് റൈറ്റ് ഓറിക്കിളിൽ 1ാമത്തെ അറയിലേക്ക് എത്തിക്കുന്നു. അവസാനം ശുദ്ധരക്തം ശുദ്ധി ചെയ്ത് ഈ ശുദ്ധരക്തം മുഴുവൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മഹാധമനി അഥവാ അയോട്ട വഴി 4ാമത്തെ അറയിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ജോലി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഈ 4 ചേംബറുകൾക്കും ഇടയിൽ ഓരോ വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് റൈറ്റ് ഓറിക്കിളിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് 2 ഇടയ്ക്ക് ഒരു വാൽവുണ്ട്. ആ വാൽവിൻ്റെ പേര് ട്രൈക്കിസ്പിഡ് വാൽവ് എന്നാണ്. അതിന് 2ാമത്തെ ചേംബറിൽ ഈ അശുദ്ധരക്തം, ഇവിടെയുള്ള അശുദ്ധരക്തം ലങ്സിലേക്ക് അയക്കുന്നതിന് മുമ്പ് അയക്കുന്നിടത്ത് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതാണ് പൾമോണറി വാൽവ്. ഇനി ലങ്സിൽ നിന്നും ശുദ്ധമായ രക്തം തിരിച്ചു വരുമ്പോൾ അത് നമ്മുടെ ലെഫ്റ്റ് ഓറിക്കിളിലേക്കാണ് വരുന്നത്. വന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് അത് 4ാമത്തെ അറയായ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകണം. അതിനിടയ്ക്ക് ഈ ലെഫ്റ്റ് ഓറിക്കിളിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അതാണ് മിട്രൽ വാൽവ്. ഇനി അതിൻ്റെ താഴെ ലാസ്റ്റ് 4ാമത്തെ അറയിൽ നിന്ന് മഹാധമനിയിലേക്ക് അഥവാ അയോട്ടയിലേക്ക് ബ്ലഡ് പോകുന്നതിന് മുമ്പ് പോകുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന വാൽവിൻ്റെ പേരാണ് അയോട്ടിക് വാൽവ്. അപ്പോൾ ട്രൈക്കിസ്പിഡ് വാൽവ്, പൾമോണറി വാൽവ്, മിട്രൽ വാൽവ്, അയോട്ടിക് വാൽവ്. അപ്പോൾ ഇങ്ങനെ 4 വാൽവുകളുണ്ട്. ഈ 4 വാൽവുകളും ഒന്ന് ഓർത്തിരിക്കണമെങ്കിൽ ഒരു എളുപ്പവഴി ഞാൻ കണ്ടുപിടിച്ചു. അത് നമ്മൾ മലയാളത്തിലൊരു സിനിമയുണ്ട്, TP ബാലഗോപാൽ MA, TP ബാലഗോപാലൻ MA എന്നാണ് സിനിമയുടെ പേര്. ഏതാണ്ട് 2010 മുമ്പ് ഇറങ്ങിയ പടമാണെന്ന് തോന്നുന്നു. മോഹൻലാലും മുകേഷൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ പേരാണ് ഞാൻ എൻ്റെ ഈ ഹാർട്ടിൻ്റെ വാൽവുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. കാര്യം ഇതാണ്. സിനിമയുടെ പേരായ TP ബാലഗോപാലൻ, അതിൽ ആദ്യ അക്ഷരമായ T എടുത്തു. നമ്മുടെ വാൽവിൻ്റെ 1ാമത്തെ വാൽവിൻ്റെ പേര് ട്രൈക്കിസ്പിഡ് വാൽവ് എന്നാണ്, T. അപ്പോൾ T ഫോർ ട്രൈക്കിസ്പിഡ് വാൽവ്. 2 TP ആണ്. P 2ാമത്തെ വാൽവായ പൾമോണറി വാൽവ് P. 3ാമത്തെ വാൽവായ മിട്രൽ വാൽവിന് M. 4ാമത്തെ വാൽവായ അയോട്ടിക് വാൽവിന് A. അപ്പോൾ സിനിമയുടെ ആദ്യത്തെ ഓരോ വാക്കുകളിലെയും ആദ്യത്തെ അക്ഷരവുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നു. അതാണ് TP ബാലഗോപാൽ MA. ട്രൈക്കിസ്പിഡ് വാൽവ്, പൾമോണറി വാൽവ്, മിട്രൽ വാൽവ് ആൻഡ് അയോട്ടിക് വാൽവ്, TPMA. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തം. അപ്പം ഇതിൻ്റെ ഗുണം അതിൻ്റെ ഓർഡർ അനുസരിച്ച് വാൽവ് 1, 2, 3, 4 ഇതനുസരിച്ച് ഓർത്തിരിക്കാം. ഒരു സംശയമില്ല. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റിയ ഈ സിനിമയുടെ പേര് ഓർത്താൽ മതി. നമ്മുടെ ഹാർട്ടിൻ്റെ ഈ 4 വാലുകളുടെയും പേര് നമുക്ക് ബൈഹാർട്ടായിട്ട് ഇരിക്കും. ഇതാണ് എൻ്റെ കണ്ടുപിടുത്തം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.